എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മസാല. 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള അരിഞ്ഞത്, പിന്നെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാമേ. കടുക്, ജീരകം, ഒരു കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഉപ്പ്, പെരിഞ്ജീരകം പൊടിച്ചത്. അതിന് നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക്, ഇച്ചിരി ജീരകം, രണ്ടും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകും ജീരകവും പൊട്ടി വരുന്നിട്ടുണ്ട്. എടുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാളയൊന്ന് വാടി വരട്ടെ. സവാളയ്ക്കൊരു കളറ് കിട്ടാനും കറിക്ക് കളറ് കിട്ടാനും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ഉള്ളി വാടി വന്നിട്ടുണ്ട്. കറുവാപ്പട്ടയും ബേ ലീഫും ആദ്യം ഇടണമെന്നൊന്ന് മറന്നുപോയി, ഇപ്പോഴായിട്ടത്. കടുകും ജീരകം ഇട്ട് കഴിയുമ്പോൾ അതിടണം. പച്ചമുളക് ഇട്ട്, ഒരു പച്ചമുളക്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വാടി വരട്ടെ. എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഇട്ട് കൊടുത്ത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് മല്ലി ഒന്ന് മൂത്ത് വരട്ടെ. മസാലയെല്ലാം ഡ്രൈ ആയി വന്നേ. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കിഴങ്ങും മസാലയെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ, നല്ലതുപോലെ. നമുക്കിനി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം, കറിക്ക് ആവശ്യത്തിനുള്ള. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഒന്നുകൂടെ ഇളക്കാം. ഉപ്പിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ച പെരിഞ്ജീരകം ഇട്ട് നമുക്ക് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ടിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് നോക്കി മതി. ഗ്രേവി ആർക്കെങ്കിലും ഇച്ചിരി കൂടെ വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. നമുക്ക് അടച്ച് വെച്ച് ആവി കയറ്റാം. നമുക്ക് കറി ആയിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം. 2 മിനിറ്റ് അടച്ച് വെച്ചായിരുന്നു. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാനുള്ള കറിയാണേ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.